ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമില്ല, ഞാൻ പറ്റിക്കപ്പെട്ട പോലെ നിങ്ങളും ആ ചതിയിൽ വീഴാൻ പാടില്ല. അപ്പോൾ കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം, എന്നാലാണ് അത് മനസ്സിലാവുള്ളൂ എന്താ കാര്യം എന്നുള്ളത്. നിങ്ങളൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെയായിരിക്കും വരിക. ബാക്കി കംപ്ലീറ്റ്ലി നല്ലൊരു പേൾ വർക്ക് കൊടുത്തിട്ട് സ്കാറ്ററിംഗ് ആയിട്ട് കൊടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ദാമണിൽ നല്ലൊരു വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും ദാമൺ വന്നിരിക്കുന്നത്. നല്ലൊരു പേൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. പാനൽ കട്ടിലാണ് ഇതിന്റെ ഒരു ടോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് കട്ടായിട്ട് വരുന്ന ഒരു പാൻസ് പെയർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ വരും. അതുപോലെ ഷിഫോണിന്റെ ഒരു ദുപ്പട്ടയും വന്നിട്ടുണ്ടാവും. ദുപ്പട്ടയുടെ ബോർഡറിലായിട്ട് ഇതുപോലെ തന്നെ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഫുൾ ലുക്ക് ഒന്ന് കാണാം. ഫുൾ ലുക്ക് ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക. പാനൽ കട്ടിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്കാറ്ററിംഗ് ആയിട്ട് പേൾ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പേൾ വർക്ക് അതുപോലെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെസ്റ്റിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ബീഡിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ്. നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഇതിൽ പറയണത് കേട്ടിട്ട് ഇൻസ്റ്റയിൽ നിന്ന് ഈ വീഡിയോയിൽ കണ്ടിട്ട് ഇത്രയും നല്ല ചുരിദാർ ഒരു 349 രൂപ എന്നാണ് എഴുതിക്കുന്നത്. അതിൽ വാട്സപ്പ് ചാറ്റും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അതിൽ വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്താണ്. അപ്പോൾ അവർ ആ ഡ്രസ്സിൻ്റെ വില 349 ആണ്. അതുകൊണ്ട് കുറേ ഡ്രസ്സുകളൊക്കെ അയച്ചു തന്നു. വേറെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അയച്ചു തന്നപ്പോൾ ഞാൻ നിങ്ങൾ മുസ്ലിംസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേ മുസ്ലിമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 300 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇക്ക പറഞ്ഞു, അങ്ങനെ വർഗീയത ഇത് പറയുന്നവരിൻ്റെ അടുത്തൊന്നും വാങ്ങാൻ നിൽക്കണ്ട, എന്താ അത് അങ്ങനെ മുസ്ലിംസ് ആണോ എന്നൊക്കെ ചോദിക്കല്, എന്താ ഹിന്ദുസ് ആണെങ്കിൽ അവർ തരില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അവർ 300 തരാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ 300 സെലക്ട് ചെയ്തു. അപ്പോൾ അത് പൈസ അയക്കാൻ പറഞ്ഞു. ഫസ്റ്റ് പൈസ അയച്ചപ്പോൾ അവരുടെ QR കോഡ് വർക്ക് ചെയ്യാത്ത പോലെ അതിൽ റെഡ് കാണിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി അവരോട് പറഞ്ഞപ്പോൾ വേറെ QR കോഡ് അയച്ചു തന്നു. അതിൽ നമ്മൾ തൊട്ടപ്പോൾ തന്നെ 300 GPayയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് GPay ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ അവരുടെ ടോക്ക് ഇത് നിങ്ങളുടെ കുറച്ച് ദൂര സ്ഥലമാണ്. അവർ ഹിന്ദിയിലാണ്, മലയാളത്തിലാണ് ഈ വീഡിയോ ഉള്ളത്. പക്ഷേ അവർ മലയാളം അറിയാത്ത പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ മലയാളം വേണ്ട, ഇംഗ്ലീഷ് പറയുമെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഹിന്ദിക്കാരാണ്. ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഈ ആരുടെയെങ്കിലും വീഡിയോ എടുത്തിട്ട് ഇവർ എന്താ പറയുക റോങ് ഇതിലായിട്ട് അവരുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 300 രൂപ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കുറച്ച് ദൂര സ്ഥലമാണ്, അപ്പോൾ ഷിപ്പിംഗ് ചാർജ് 199 രൂപ വരും, ഒന്നും കൂടി എടുക്കുകയാണെങ്കിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി എടുക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് തരുമോ ചോദിച്ചപ്പോൾ 550 രണ്ടെണ്ണം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 250 ഫസ്റ്റ് 300 പിന്നെ 250 അയച്ചു കൊടുത്തു. അതിന് ശേഷം അവർ പറയുന്നത് ഞാനിത് കൺഫേം ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ശരി കൊണ്ട് കൺഫേം ആയി. പക്ഷേ ഒരു 999 രൂപയും കൂടി അയക്കണം, അത് ഞങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാൻ എന്തോ ഒരു റീസൺ കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇനി പൈസ ഇല്ല, എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല, ഇതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല ഞങ്ങൾ അത് കറക്റ്റാക്കി എന്താണ് ഇത് ചെയ്താലാണ് ഞങ്ങൾ 2 മിനിറ്റിൽ അത് റിട്ടേൺ അയക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കൺഫേം ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു തട്ടിപ്പാണെന്ന്. ആദ്യം തന്നെ ആ വർഗീയത മുസ്ലിമാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ ഇക്ക പറഞ്ഞു ഇത് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, അവർ എന്തോ റോങ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതിപ്പോൾ എന്നോട് മുസ്ലിമാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാനെല്ലാം മുസ്ലിം അല്ല ഹിന്ദുസാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ 999 അയച്ചാൽ നിങ്ങൾക്ക് 2 മിനിറ്റിൽ അത് റീഫണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ 999 എന്ന് പറഞ്ഞപ്പോൾ അത് ഡിസ്പാച്ച് ചെയ്യാൻ അങ്ങനെ എന്തൊക്കെയാണ് അവർ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് തട്ടിപ്പ് എന്ന് പറഞ്ഞാലും പോരാ, അങ്ങനെ എൻ്റെ 550 ഞാൻ തിരിച്ച് ചോദിച്ചു, എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് ഡ്രസ്സ് വേണ്ട, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പെടൽപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഏത് വാങ്ങുമ്പോഴും കുറേ ആലോചിച്ച് നല്ലോണം കൺഫേം ആയിട്ട് വാങ്ങാനാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടത് ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഫണ്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ അയക്കാൻ പറഞ്ഞിട്ട് അവർ അയക്കണില്ല, അത് 3 മാസത്തിന് ഞങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അങ്ങനെ 999 വീണ്ടും അവർ പറഞ്ഞതന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ പറയണതിനൊന്നും അവരൊരു ഇതുമില്ല, റെസ്പോണ്ടും ഇല്ലാതെ അവർ പറയണത് 999 അയക്കൂ, അങ്ങനെ വിശ്വസിക്കൂ, അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ അവർ ഞാൻ എന്താ പറയുക ഈ മെസ്സേജ് നോക്കാൻ വൈകുമ്പോഴേക്കും കോളടി ചെയ്യാണ് വാട്സാപ്പിൽ, ഒന്നും പറയണ്ട. അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരെൻ്റെ പൈസ തിരിച്ചും തന്നില്ല. 999 രൂപ അടക്കാൻ വേണ്ടിയിട്ട് ശല്യം പറഞ്ഞിട്ടേ ഇരിക്കുകയാണ്. എത്ര എന്താണ് അപ്പോൾ എൻ്റെ 550 പോയി, ആ 999 കൂടി കയറ്റിയാൽ അവരുടെ ഉദ്ദേശം ഒന്നല്ല ഈ പൈസ ഇല്ല അവർക്ക് അത് ചെയ്ത് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും OTP എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ 550-ന് 5000 രൂപയുടെ വിലയുണ്ട്. അത്രയും നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ്. ഞാൻ രാത്രി ആലോചിച്ചിട്ട് ഉറങ്ങാൻ തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെ ഇനി ഒരാളും ഇങ്ങനെയുള്ള ഇതിൽ പോയി വീഴരുത്. ദയവ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് അയച്ച മെസ്സേജൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് അവരെനിക്ക് അയച്ച മെസ്സേജുകൾ വാട്സപ്പിൽ. ഇതൊക്കെയാണ് അവർ എനിക്ക് അയച്ച മെസ്സേജാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ വല്ലാത്ത സങ്കടമായി, ഭയങ്കര വിഷമിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഈ നമ്പർ ഇതേപോലെ ആരെങ്കിലും ചാറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ അവർ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനെയുള്ളവരുടെ ചാനൽ ആ ഇൻസ്റ്റാ പേജ് തന്നെ പൂട്ടിക്കണം. ഇത് വേറെ ആരുടെ വീഡിയോ എടുത്ത് ഇട്ട പോലെയാണ് തോന്നുന്നത്. ഹിന്ദിക്കാർക്ക് എങ്ങനെയാണ് മലയാളം പറയുന്നവരുടെ ഇത് കിട്ടുക ഡ്രസ്സിൻ്റെ, അപ്പോൾ അത് മലയാളം പറഞ്ഞിട്ട് നമ്മളെ പോലെയുള്ളവർ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തതാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്നെപ്പോലെ ഇതേപോലെ എത്ര ആൾക്കാരുടെ ഇവർ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒരാൾ ഇതുപോലെയുള്ള ഇതിൽ പെട്ടുപോകരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരിനൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ശരിക്കും അവർക്കുള്ളൊരു പണി കൊടുക്കണം. ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എല്ലാവരിലും ഇത് എത്തിക്കണം. എന്നിട്ട് ആരാണ് അവരിൽ നിന്ന് ശരിക്കും ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരിനെ മലയാളികളുടെ പേജ് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് അവർ ഹിന്ദിക്കാർ നമ്മളെ പറ്റിക്കുകയാണ്. എനിക്കാവുന്ന പോലെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ. പക്ഷേ അതിനൊക്കെ അവർ എന്നെ പരിഹസിക്കണ പോലെയാണ് ഒരു ഇതിട്ടത്, വോയിസ് വിട്ടത് ഹിന്ദിയിൽ. പക്ഷേ എനിക്കത് വല്ലാത്തൊരു വിഷമമായി. ഇനി ദയവ് ചെയ്തിട്ട് ആരും ഇതേപോലെ ഇതിൽ പെട്ടുപോകരുത്. അപ്പോൾ എങ്ങനെയാലും ഇത് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇനി ആരും ഇതുപോലെ ആകരുത്. എങ്ങനെയാലും അവരുടെ നമ്പർ അതിലുണ്ട്. അതിൽ ഇതേപോലെ ഒന്ന് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചിട്ട് എന്താ അവരുടെ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണം. അപ്പോൾ രാത്രിത്തെ എൻ്റെ ബഹളവും കരച്ചിലും ടെൻഷനും ഒക്കെ കൂടി കണ്ടപ്പോൾ ഇക്ക പറഞ്ഞു ഇനി അവരോടൊന്നും പറയാൻ നിൽക്കണ്ട, മതി, അവരുടെ നമ്പർ ബ്ലോക്കാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നമ്പർ ബ്ലോക്കാക്കി വെച്ച് വാട്സപ്പിൽ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഒന്നും ഇനി അയക്കണ്ട പറഞ്ഞു. അവരുടെ ഉദ്ദേശമൊന്നുമല്ല, വേറെ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ശരിക്കുള്ളൊരു പണിഷ്മെൻറ്റ് എന്തായാലും ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്താൽ വലിയ ഉപകാരമായി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ഇട്ടത് തന്നെ. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിൽ ഉറങ്ങാൻ പറ്റില്ല, അത്രയും വലിയ സങ്കടമായി. അപ്പോൾ എങ്ങനെയാലും ഇതൊന്നും റെഡിയാക്കാൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് വേറുള്ളവരെ ഞാനേ പെട്ടുപോയി, ഇനി എന്നെപ്പോലെ ചതിയിൽ ഒരാളും പെടരുത്. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.